നമസ്കാരം. മാരീശൻ നമ്മുടെ ഫഹദ് ഫാസിൽ വടിവേലു രണ്ടുപേരും നായകന്മാരായ മാരീശൻ പടം റിലീസായി. ഞാനത് ഇന്നലെ നൈറ്റാണ് കണ്ടത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ഡീസൻറ്റ് ത്രില്ലർ പടം, കോമഡി ത്രില്ലർ പടം. അതിങ്ങനെ ഈ പടത്തിന്റെ ഡയറക്ടർ സുധീഷ് ശങ്കർ, റിട്ടേൺ ബൈ കൃഷ്ണമൂർത്തി, പ്രൊഡ്യൂസർ RB ചൗധരി, പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി കലീശെൽവൻ ശിവജി, മ്യൂസിക് വന്നിട്ട് യുവർ ശങ്കർ രാജ. പടം 152 മിനിറ്റ്, ഏകദേശം ഒരു ഭയങ്കര ലെങ്താണ് ഈ പടം. ഭയങ്കര എന്തൊരു 3 മണിക്കൂറിന്റെ അകത്തുണ്ടെങ്കിൽ, കാരണം ഇന്റർവ്യൂലൊക്കെ ഭയങ്കര ലെങ്താണ് ഈ പടം. ഇന്റർവ്യൂ ശേഷവും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. എന്നുവെച്ചാൽ 1.5 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ പടമൊന്നും ഉണ്ട്. കാരണം 9:30 ഇട്ടിട്ട് ഏകദേശം ഒരു 12:30 നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പടം പറഞ്ഞു വെക്കുന്നത് അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ ഒരു പ്ലോട്ട് നിലവിലുണ്ട്. കാരണം ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാള് എലിക്കൂട്ടിൽ പെട്ടിട്ട് എലിപ്പെട്ടിയും കൊണ്ട് ഇങ്ങനെ നടന്നു പോയിട്ട് എലിനെ കൊല്ലണതാണ്. എന്നിട്ട് ആ എലിനെ തുറന്നു കൊടുക്കുന്നത് എലി പെട്ടെന്ന് ചാടി പോയിട്ട് അപ്പുറത്തൊരു പാമ്പിന്റെ ഒരു മാണുണ്ട്, അതിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു പ്ലോട്ട് വ്യക്തമാണ്. പക്ഷെ നമുക്കത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇതിലോട്ട് എൻട്രി ചെയ്യുന്നത് എങ്ങനെ, നമ്മൾ കുറച്ച് പടം ഇങ്ങനെ കണ്ടുപോകുമ്പോഴാണോ ഫസ്റ്റ് കാണിച്ചത് ഇങ്ങനെയാണ്, എല്ലാം ലിങ്കാണ്, ഇങ്ങനെ ഇതന്നെയാണോ എന്ന് നമുക്ക് നിലവിൽ അറിയുന്നത്. അപ്പം പടത്തിന്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ വടിവേലു നമ്മുടെ പറഞ്ഞ പോലെ ഉദയനിധി സ്റ്റാലിന്റെ ആ ഒരു പടം. പിന്നെ മാമന്നം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത്, വടിവേലുവിന്റെ ഈ കാണുന്നത് ഈ പറഞ്ഞ പോലെ മാരീഷനാണ്. നോക്കുന്ന സമയത്ത് പുള്ളിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ആ രീതിയിലേക്കും പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് പുള്ളി അത് നിലവിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല എന്നല്ലോ. ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വമ്പൻ ആക്ടിങ്, അങ്ങനെ വലിയൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യേണ്ട ഒരു ലെവലിലുള്ള ഒരു പടമല്ല. നമ്മൾ നോർമലായിട്ട് നമുക്കൊരു കാണാൻ പറ്റിയ നോർമലായിട്ട് ഒരു ത്രില്ലർ എന്നുള്ള ലെവലിൽ ഇങ്ങനെ പോകുന്ന ഒരു പടമാണ്. കാരണം ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ വ്യക്തിന്റെ കള്ളൻ വേഷം നമ്മൾ നിലവിൽ കണ്ടിട്ടുള്ളതാണ്. കാരണം ട്രെയിലറിൽ ഈ പറഞ്ഞ പടത്തിന്റെ ട്രെയിലറിൽ നിലവിൽ അറിയാം, കറക്റ്റ് വ്യക്തമാണ് ഈ പറഞ്ഞ പോലെ ഫഹദ് ഫാസിൽ ഒരു കള്ളനാണെന്നുള്ളത്. ആ കള്ളൻ വേഷം പുള്ളി ചെയ്യുന്ന തരത്തിലുള്ള ഇതെല്ലാം നമ്മൾ ആ 90 മുതൽ ദൃക്സാക്ഷികളിൽ മലയാളികൾക്ക് സുപരിചിതമാണ്. കാരണം എങ്ങനെയാണെന്നുള്ളതല്ല, തമിഴന്മാർക്ക് എത്രയാണെന്നുള്ളത് അറിയില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഈ പടം നല്ല രീതിയിൽ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം വേറൊന്നുമല്ല, ഇതിന്റെ കഥ തന്നെയാണ്. ഇതിന്റെ ഒരു കഥ, ഒരു കള്ളൻ നിലവിൽ കക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി ആ വീട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ മറവി രോഗം ബാധിച്ച ഒരാളുടെ, നമ്മൾ ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരാളെ മീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ പൈസ വേണമെന്നെന്താ പറയുന്ന വെറുതെ വിടാ പറയും. അപ്പോൾ അക്കൗണ്ടിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു 10-25,000 രൂപ പുള്ളി എടുത്തു കൊടുക്കും. അപ്പോൾ ATM വെളിയിൽ നോക്കുമ്പോൾ അതിനകത്ത് ഒരു 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ നിലവിൽ കാണും. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണം എന്നുള്ള ലെവലിൽ ഈ പറഞ്ഞ വടിവേലു സാർ എന്ന് വെച്ചാൽ പുള്ളിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു തരം, കാരണം പുള്ളിക്ക് ഒരു അൽസിമേഴ്സ് ആണ്. അതൊക്കെ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ മറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ATM പിൻ നമ്പർ എന്തായാലും ഇത് പുള്ളി ഇങ്ങനെ മറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് ഇങ്ങനെ പുള്ളിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പിന്നെ പടം അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്കൊരു ട്രാവലിംഗ് മൂഡിലുള്ള ഒരു പടമാണ്. കാരണം ഇവർ പോകുന്ന സ്ഥലങ്ങൾ, ഇവർ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളതാണ് ഈ പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ പോകുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ പടം കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ടേണിങ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയും പടം പിന്നെ ഇങ്ങനെ പോയ പടം പിന്നെ അങ്ങോട്ട് കയറി ഒറ്റ ഒരു പിച്ചിലാണ് ഇങ്ങനെ പടം അങ്ങനെ പോയത് മുകളിലോട്ട്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിന്റെ ട്വിസ്റ്റ്, കാരണം നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച്, പിന്നെ ഒരു അൽസിമേഴ്സ് എന്ന് പറഞ്ഞ രോഗത്തിനെ കുറിച്ച്. പിന്നെ അതിൽ എന്ത് പറഞ്ഞാലും അത് ട്വിസ്റ്റ്, അതിന്റെ ഇത് നിങ്ങൾക്ക് കാണേണ്ട ആ ഒരു ഇത് പോകും. കാരണം നമ്മൾ സെക്കൻഡ് ഹാഫിന് എന്ത് പറഞ്ഞാലും അത് ഇതിന്റെ ഒരു എന്താ പറയുക സ്പോയിലറായി പോവും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ഒരു ത്രില്ലർ അതെനിക്ക് ഇന്റർവ്യൂവിൽ എത്താറാവും മനസ്സിലാവും ഈ പടം പിന്നെ എങ്ങോട്ടാ പോകുന്നു എന്നുള്ളത്. അതെന്താ കാരണം എന്നുള്ളത് നമുക്ക് എത്ര ആലോചിച്ചാൽ നമുക്കൊരു ഏകദേശം അറിയില്ല പടം കണ്ടോ ഇതായിരിക്കും അങ്ങനെ ഒരു തോട്ട് പോലും തരാത്ത തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ പടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാരണം വെച്ചാൽ ഫഹദ് ഫാസിലിന്റെ അഭിനയം, അതിന്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന നമ്മുടെ വടിവേലു സാർ, പിന്നെ അതിന്റെ കൂടെ അഭിനയിച്ച കോവൈ സാറല്ല, പോലീസുകാരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള തന്നെയാണ്. പിന്നെ ഇതിന്റെ പടത്തിന്റെ തുടക്കം തൊട്ടുള്ള അവസാനം വരെയുള്ള ഇതിന്റെ ഒരു BGM യുവശങ്കർ രാജ വെച്ച് ഇതാക്കിയിട്ടുണ്ട്. ക്ലാസ് സാധനം. നമ്മൾ അതിന്റെ കൂടെ യാത്ര ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ ഒരു തന്നെ. നമ്മൾ ഈ റോന്ത് പറഞ്ഞ പടം കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളാ 2 പോലീസുകാരാണെങ്കിൽ ബാക്ക് സീറ്റിൽ നമ്മൾ ഇരുന്ന് പോകുന്ന യാത്രയാണ് ഈ പറഞ്ഞ പടം നമ്മളങ്ങനെ കൊണ്ടുപോകുന്നത്. അതാണ് ആ പടത്തിന് വിജയം എന്ന് പറഞ്ഞില്ലേ.
അതേപോലെ തന്നെ ഇതും ഇവരാ രണ്ടുപേരും കൂടി ബൈക്കിൽ പോകുമ്പോൾ അവർ പുറകിൽ നമ്മളൊരാളാണ്. ഇവരവിടേക്കൊക്കെയാ പോകുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതിന്റെ പുറകിൽ എന്തിനാ പോകുന്നത്, ഏതിനാ പോകുന്നത്, എല്ലാം ഈ ഒരു പടത്തിന് എല്ലാം ലിങ്ക് ആയിട്ടുള്ള അതാണ്. അതുകൊണ്ട് ഈ പടത്തിന് മൊത്തത്തിലൊരു ലെങ്ത് കൂടുതലായിട്ടുള്ളത്. ആ ലെങ്ത് എവിടെയെങ്കിലും ട്രിം ചെയ്ത് കഴിഞ്ഞാൽ പോടെ ഇതിന്റെ ലിങ്ക് എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാലും അയ്യോ ബോറടിക്കണം അങ്ങനെ ഒരു തോന്നൽ തരാത്ത ലെവലിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഫഹദ് ഫാസിൽ. പിന്നെ പറയണ്ട, പുള്ളി ചെയ്യാവുന്നതിൽ മാക്സിമം ആണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കള്ളന്റെ റോൾ എന്നൊക്കെ പറയുമ്പോൾ ആ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, പുള്ളി സംസാരം, ആ ഒരു എന്തിന് പുള്ളിന്റെ ആ ഒരു മാനറിസം എല്ലാം പക്കായായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമോട്ടോഗ്രാഫി അത് അടിപൊളിയായിട്ട് വമ്പൻ വലിയ കുറച്ച് എന്താ പറയാ മോളിൽ നിന്നുള്ള ഷോട്ടുകളുണ്ട്, ഫുള്ള് ഹെലിക്യാം ഷോട്ടുകൾ, അതെല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അല്ലാതെ വമ്പം വലിയ ഷോട്ടൊന്നും വെച്ചില്ല, പക്ഷെ വെച്ച ഷോട്ടുകളെല്ലാം വൃത്തിക്ക് പുള്ളി അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ മ്യൂസിക് തന്നെ പറയാനുള്ള ആ പടത്തിന്റെ ആ ഒരു ജീവൻ തന്നെ പറയാം, ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളെല്ലാം. ആ പടം ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. നമ്മളാണ് പറഞ്ഞത് ഈ പടത്തിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ പടത്തിന് സ്പോയിലറായിട്ട് പറയാം, അത് നിങ്ങൾക്ക് അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാമിലിയായിട്ട് എന്താ പറയുക സൂപ്പറായിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുമോ, ത്രില്ലടിച്ച് തിരിച്ചു വരാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. പക്ഷെ എനിക്കിതിലൊരു പോരായ്മയായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിലെ ആ ഒരു ഇത് തന്നെയാണ്. ക്ലൈമാക്സിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അയ്യോ ഇത് പെട്ടെന്ന് പിടിച്ചല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്ന തരത്തിലുള്ളൊരു തന്നെയാണ് ഈ ക്ലൈമാക്സിൽ നിലവിൽ വന്നിരിക്കുന്നത്. അതല്ലാതെ തുടക്ക ഓപ്പണിങ്ങിലുള്ള ഒരു പാട്ടായാലും അങ്ങനെ ഇതിൽ എല്ലാം ഇപ്പോൾ നമ്മൾ മ്യൂസിക് കുത്തി നിറയ്ക്കല്ല, എല്ലാം അതിൻ്റെതായ ഒരു അളവിന് വെച്ചിട്ടുണ്ട്. ഒരു പഴയ കാലത്ത് ഒരു സോങ്ങിനെ ഒരു സോങ് സീൻ ഉണ്ട്, അത് പഴയ കാലത്ത് ഒരു സോങ്ങാണ്. ആ ഒരു സോങ്ങിനെ ഒരു അമ്പലത്തിൻ്റെ പരിപാടിക്ക് നടത്തേണ്ടി വരുന്നത് അതെല്ലാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അതുകൊണ്ട് എല്ലാം അതിൻ്റെതായ രീതിയിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും തന്നെ ആക്ടിങ്ങിലടക്കം ഒന്നും തന്നെ ആരും ഓവർ ആക്കാതെ അതിൻ്റെതായ രീതിയിൽ പോകുന്ന ഒരു തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു യാത്ര, അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഈ പടം നിലവിൽ കൊണ്ടുപോയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. നമുക്ക് ഒരു തരത്തിലും ഇതില്ല, കാരണം നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ഒരാൾ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് തരുന്നതാണ് ഈ പടത്തിന്റെ വിജയം. പക്ഷെ 3 മണിക്കൂർ ലെങ്ത് അത് നിങ്ങൾ കണക്കാക്കുക വേണ്ട, കാരണം നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആയി പോകുന്നുള്ളതാണ് വേറെ ഒന്ന്. കാരണം ട്വിസ്റ്റ് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്താണ് എന്നുള്ളതിലോട്ട് ഇങ്ങനെ കഴിയുമ്പോഴാണ് ഈ പടത്തിന്റെ റേഞ്ച് മാറുന്നത്. അതിനനുസരിച്ച് സ്കോറിങ് അടിപൊളിയാണ്. അതുകൊണ്ട് നിങ്ങളത് മസ്റ്റ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. കാരണം OTT വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നല്ല രീതിയിൽ അഭിപ്രായം വരും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു ഈ പടത്തിന്. എന്തായാലും ഫഹയുടെ ആ ഒരു എന്താ പറയുക മികച്ച രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ച് പോയത് അടിപൊളിയായിട്ടുണ്ട്. കാരണം ഒരു എന്താ പറയുക വമ്പന്തല്ല ഒരു നാട്ടുംപുറത്തൊരു അതന്നെയാണ്. അല്ലാതെ ഒരു വലിയ കെട്ടിവെച്ച വമ്പൻ സെറ്റപ്പ് ടൗണ് വലിയത് കാർ ചെയ്ത് അങ്ങനെ ഒരു പരിപാടിയില്ല. ഒരു RX-100 കൊണ്ട് ഫഹദ് ഫാസിലുണ്ട്, വടിവേലും ഉണ്ട്, പിന്നെ ഇവർ മീറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. പിന്നെ കോവൈ സാറല്ല മെയിനായിട്ട് പോലീസ് ഓഫീസറായിട്ട് ചെയ്തതെല്ലാം ഇത് തന്നെയാണ്. പിന്നെ കുറെ ഫിലോസഫികൾ പോലെ എല്ലാം പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആകാശത്ത് കൂടെ പറക്കണ കൊക്കിന് വെള്ളത്തിനടിയിൽ മീനിനെ കഴിക്കണമെങ്കിൽ അത് എന്താ അതിനൊരു ലിങ്ക് ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഈ പടത്തിലോട്ട് കഥയിലോട്ട് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോ തത്വങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ.